ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ഇടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇതുവരെ നമ്മുടെ മിഥുനെ കണ്ടിട്ടില്ല ആര്യയല്ല, മിത്രയും മീനാക്ഷിയൊന്നും. നമ്മുടെ ഗോമതി മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഗോമതിയാണെങ്കിൽ മിഥുനെ ഇട്ട് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. കുലുക്കുന്നു, എടുക്കുന്നു. ഒരു രോഗിയോട് ഇതിന് മാത്രം ക്രൂരത ചെയ്യാൻ പറ്റുമോ? ഏതായാലും നമ്മുടെ ഗോമതിയുടെ മുമ്പിൽ മിഥുൻ രോഗിയൊന്നും അല്ല, ഒരു അവിഹിതക്കാരനാണ്. അപ്പം തൻ്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിലുള്ള പുത്രനാണെന്നൊക്കെ ഓർത്തിട്ടിരുന്നാണ് സത്യം പറഞ്ഞ് ഇത്രമാത്രം നമ്മുടെ മിഥുനെ ഇട്ട് കുലുക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന. നീ പറയടാ, എടാ ദുഷ്ട, നീ ആരടാ? നീയും എന്റെ ഭർത്താവും കൂടെ ചേർന്ന് കണ്ണക്കളി കളിക്കുന്നതല്ലടാ, ഇവൻ കള്ളനാണെന്നൊക്കെ പറഞ്ഞ് കുലുക്കി നമ്മുടെ മീനാക്ഷിയുടെ അടുത്ത് എന്തൊക്കെയാ കാണിക്കുന്നത്. മീനാക്ഷി പക്ഷെ ഒന്ന് അരികിലൊന്ന് ചെന്ന് നോക്കിയാൽ മതിയായിരുന്നു. മിഥുനാണെന്ന് മീനാക്ഷിക്കും അറിയായിരുന്നു. നമ്മുടെ മീനാക്ഷി നോക്കുന്നില്ല. എന്തൊരു കഥയാണല്ലേ, കഥ പോകുന്ന പോക്ക്. സത്യമായിട്ടും നിങ്ങളൊക്കെ കമന്റിലൂടെ പറയുന്നത് പോലെ തന്നെ ബോറാകുന്നുണ്ട്. ഇതിപ്പോ ഒരു വീട്ടിൽ വന്ന് ഒരാളെ നേരിട്ട് കാണാതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ വീട്ടിൽ വരുമ്പം ഇപ്പം ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരാൾ വീട്ടിൽ വന്ന് നമ്മൾ നേരിട്ട് അവരെ കാണാതെ അവരെ വീട്ടിൽ താമസിക്കുന്നവരെ താമസിക്കാൻ വന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അവിഹിതത്തിലുള്ള ഒരു പുത്രനാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും മീനാക്ഷിക്കും ഇത്രയ്ക്കും ഒക്കെ കാണാനൊരു ഇതുണ്ടാവൂലോ. കാണാൻ വേണ്ടി ഒന്ന് പോയി മുറി പോയി മുഖമൊന്നും നോക്കൂല്ലോ. ഇതിപ്പോ അതുപോലും ചെയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ബാലന്റെ ഈ മാറ്റം കണ്ടിട്ടാണ് നമ്മുടെ രാമേട്ടനാണെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നുണ്ട്. അപ്പൊ രാമേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം ബാലന് എന്തോ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബാലൻ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ബാലന് എന്തോ വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് എന്ന് നമ്മുടെ രാമേട്ടന് മനസ്സിലാവുന്നുണ്ട്. കാരണം രാമേട്ടന് ബാലന്റെ ഓരോ മൂവ്മെന്റ്സും അറിയാം. അത് ശരിയാണ്. ഒത്തിരി നാൾ കൂടി നമ്മുടെ ബാലന്റെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണല്ലോ രാമേട്ടൻ. അപ്പൊ രാമേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ രാമേട്ടൻ പറയുന്നത്. അതും ദേവിയോടാണ് പറയുന്നത്. മോളെ ദേവി, ബാലൻ എന്തോ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. അവന് പ്രിയപ്പെട്ടവര് കള്ളത്തരത്തിലൂടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരിക്കലും അത് സഹിക്കത്തില്ല. അവന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ കള്ളത്തരം മാത്രം, അവന് വിശ്വാസ വഞ്ചന ചെയ്യുകയോ കള്ളത്തരമൊക്കെ ചെയ്ത് അവനെ പറ്റിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അത് പൊറുക്കത്തില്ല. ദൈവത്തിന് വേണമെങ്കിൽ പൊറുക്കാൻ പറ്റും, പക്ഷെ ബാലൻ പൊറുക്കില്ല. ഇത് കേട്ടത് എൻ്റെ ഈശ്വര, ഞാൻ വലിയ കള്ളത്തരത്തിലൂടെയാണല്ലോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോടും ബാലച്ചൻ പൊറുക്കില്ലായിരിക്കും. അയ്യോ ഏറ്റവും വലിയ കള്ളി ഞാനാ, അല്ലെങ്കിലും ഏറ്റവും വലിയ കള്ളി ദേവി തന്നെയാ. എന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലച്ചൻ എന്നെ എങ്ങനെയായിരിക്കും നോക്കി കാണുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും, അല്ല മോളെന്താ ചിന്തിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ രാമേട്ടൻ ചോദിക്കും. മോളെ എന്താ മോക്ക് പറ്റിയത്? മോളെന്താ ചിന്തിക്കുന്നത്? ഞാൻ വേറെ ആരെക്കുറിച്ചും അല്ല മോളെ പറഞ്ഞത്. ഞാനേ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ചാ പറഞ്ഞത്. കാരണം അവന് കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാ. അവൻ അങ്ങനെ എന്തോ ഇതിനോ വേണ്ടി അവൻ അവിടെ നിൽക്കുന്നത്. അവൻ എന്തൊക്കെയോ ധാരണകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയോ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ്. അല്ലാതെ അവനൊരു നടുവേദനയോ പനി, പണ്ട് കോവിഡ് ആയിരുന്നപ്പം അവൻ വിറച്ചു തുള്ളി പനിച്ച് കിടന്നിട്ട് അവനെ കടയിൽ വന്നിരുന്നവനാ. എന്നിട്ട് ലാസ്റ്റ് ആൾക്കാർ ഹെൽത്തിൽ നിന്നൊക്കെ വന്നിട്ട് അവനെ ഈ കടയും പൂട്ടിച്ച് താക്കോലും കൊടുത്ത് വീട്ടിലേക്ക് വിട്ടത് അറിയാമോ? ആ ഒരവസ്ഥയിൽ വരെ അവന് വെളിയിലിറങ്ങി കടയിലൊക്കെ വരാൻ തയ്യാറായിരുന്നു. അപ്പോഴാണോ പിന്നെ ഈ നടുവേദനയൊക്കെ, വെറും നിസ്സാരമായ നടുവേദന, ഒരു വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് ചരിഞ്ഞെന്നും പറഞ്ഞ് ഇതൊന്നും അല്ല. എന്തോ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിൽ തന്നെ അവനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവനെ എന്തൊക്കെയോ അവന്റെ തലയിൽ കയറി ഇരിക്കുന്നുണ്ട് മോളെ, അതെനിക്ക് ഉറപ്പാ. ഏതായാലും കള്ളത്തരം വല്ലതും ചെയ്തെങ്കിൽ അവന്റെ അതോ ഗതിന്ന് കൂട്ടിക്കണ്ട മതി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കൂല. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ആ ഒരവസ്ഥയായിരിക്കും. ബന്ധങ്ങളൊന്നും പിന്നെ അവനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും നമ്മുടെ ദേവി, അയ്യോ ദൈവമേ, എൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഓർത്തിരിക്കാൻ കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെയും കാണിക്കുന്നത് മിത്രേനെയും മീനാക്ഷിനെയും അതുപോലെ ഗോമതിനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഗോമതി ഓരോ കാര്യങ്ങൾ പറയും. എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഉറപ്പായ കാര്യം തന്നെയാ.
എന്റെ ബാലേട്ടൻ ഏതോ അവിഹിതത്തിൽപ്പെട്ടതാ. അവിഹിതത്തിൽ ഉണ്ടായത് അവന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സത്യമായിട്ടും ഞാൻ പറയുന്ന കറക്റ്റാന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അതിന് ഞങ്ങൾ അവന്റെ മുഖം കണ്ടില്ലല്ലോ അമ്മേ. കാണാതെ ഞങ്ങൾ എങ്ങനെയാ അവന്റെ മുഖത്തെ കുറിച്ച് വർണ്ണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്? അവനാണെ അങ്ങോട്ട് തിരിഞ്ഞു തന്നെ കിടക്കുക. അവന്റെ മുഖം കാണാന്നോർത്ത് ഞാൻ വന്നതാ. പക്ഷെ അവൻ തിരിഞ്ഞു കളഞ്ഞു. അവന് അമ്മ തന്നെയല്ലേ മറിച്ചെടുത്ത് അങ്ങോട്ട് ഇട്ടത്. പിന്നെ എങ്ങനെ ഞാൻ കാണാനാന്ന് മീനാക്ഷി. ഇതൊക്കെ നോക്കി കണ്ടോണ്ട് ബാലൻ മുഖം കണ്ടു കഴിയുമ്പോ ഞെട്ടൂടി. നിങ്ങളൊക്കെ ഞെട്ടും. നോക്കിക്കോ, അവന്റെ മുഖം ഓരോരുത്തരായിട്ട് കാണണം. നിങ്ങൾ ഓരോരുത്തരും ഞെട്ടുന്നത് എനിക്ക് കാണണം. നിങ്ങൾ ഓരോരുത്തരായിട്ട് റൂമിൽ കയറി ചെല്ലുമ്പം അവന്റെ മുഖം കാണും. അപ്പം മിത്രയും അതുപോലെ തന്നെ മീനാക്ഷിയും ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഞെട്ടുന്നത് കാണും ഞാൻ. അതുകൊണ്ട് പ്ലാനിങ് ഓരോരുത്തരെ ഞാൻ റൂമിലേക്ക് പറഞ്ഞയക്കും. അവന്റെ മുഖം കണ്ട് ഞെട്ടുന്നത് ആരാണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാലൻ. എൻ്റെ പൊന്നോ, ചവിട്ടിയെടുത്ത് പള്ളേ കളയാൻ തോന്നുട്ടോ നമ്മുടെ ബാലന്റെ കാര്യം. അയ്യോ എനിക്ക് വയ്യ, ഞാൻ എന്ത് ചെയ്യാനാ. കഥ നമ്മൾ പറഞ്ഞും പോയി, പറയാതിരിക്കാനും പറ്റത്തില്ല. എൻ്റെ പ്രേക്ഷകർ കാത്തിരിക്കുകയും ചെയ്യുന്നുള്ള ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെ ഇനി തീരും? ഇനി എങ്ങനെ ഈ മിഥുന്റെ ഈ കഥയ്ക്ക് ഒരു എൻഡ് കാണുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അയ്യോ വല്ലാത്ത ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഗോമതിയുടെ പേരിലാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അലോഹ് പറയുന്നുണ്ട്. അലോഹിന്റെ അമ്മയും കൂടിയാ കൂടുതൽ പ്ലാൻ. എങ്ങനെയെങ്കിലും നോക്കിക്കോ, അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് അത് എഴുതി മേടിച്ചില്ലെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പച്ചി പോട്ടെ, ആ ആര്യനും ബാലൻ എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു കോപ്പ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അമ്മേ. നമ്മളൊക്കെ തെരുവിലിറങ്ങി തെണ്ടി നടക്കുകയുള്ളു. കോപ്പ് എന്റെ മുത്തച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തുണ്ടല്ലോ, ഞാൻ പേരുമാറിയാനെന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ മോനെ. ഓ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അപ്പനെയും നിന്റെ അപ്പന്റെ ചേട്ടനെ അനിയനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഞാൻ ആരെയാ പറയേണ്ടത്? ഓ എനിക്ക് തന്നെ തരിച്ചു കയറുന്നുണ്ട്. ഗോമതി 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 കേട്ട് മടുത്തു. സാധാരണ ആണുങ്ങൾക്ക് സ്ഥലമൊക്കെ എഴുതി വെക്കുന്നത്, ഇത് പെണ്ണുങ്ങളുടെ പേരിൽ കൊണ്ടുണ്ടാക്കി എഴുതി വെച്ചേക്കുന്ന ആരെ കാണിക്കാനെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോഹിന്റെ തള്ളയിൽ കിടന്ന് തുള്ളുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചെകുത്താന്റെ കടലിന്റെ ഒക്കെ നടുക്കായിട്ട് നിപ്പുണ്ട് ഗോമതിയുടെ അമ്മ. ഗോമതിയുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് വേണം സെറ്റാക്കാൻ. ഗോമതിയോട് അറിയിക്കാതെ ഗോമതി ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോഹിന്റെ കയ്യിൽ ഈ സ്വത്ത് ചെല്ലുന്നതിൽ, അലോഹിന്റെ കയ്യിൽ ഈ വീടൊക്കെ ചെല്ലുന്നതിൽ നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല മിത്രയുടെ അമ്മയ്ക്കും താല്പര്യമില്ല കേട്ടോ. മിത്രയുടെ അമ്മ കുറച്ച് വെളിവും വെള്ളിയാഴ്ച ഉള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ അമ്മയെ നമ്മൾക്ക് നോക്കിയും കണ്ടു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അമ്മയും ഒന്നും ചെയ്യാൻ പോകരുത്. നമുക്ക് കിട്ടിയ ശിക്ഷ തന്നെയായത്. നോക്കിക്കോ, അതെനിക്ക് ഉറപ്പായ കാര്യം. നമ്മളെല്ലാവരും അതുപോലെയല്ലേ അവളെ അവഗണിക്കുകയും അവളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ശിക്ഷയാ. മനഃപൂർവ്വം തന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതി ഇവരോട് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ റൂമിനകത്ത് പോയൊന്ന് അവനെ നിങ്ങൾ കണ്ടിട്ട് മുഖത്തിന്റെ ഷേപ്പൊക്കെ ഒന്ന് നോക്കി നോക്കിക്കോ, ഞാൻ വല്ല ആത്മഹത്യ, ഞാൻ ചാകാൻ പോവും, എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നുമില്ല പറയാൻ, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. പൊന്നു മക്കളെ, ബാലേട്ടനെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ 2-3 ദിവസമായിട്ട് എന്നോട് ഭയങ്കര സ്നേഹം ആയിരുന്നു. അപ്പൊ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടി ആയിരുന്നു, അതെനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറയാം. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ മീനാക്ഷി ആകാശിനെയും അതുപോലെ തന്നെ മിത്ര ആര്യനെയും വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ വരെ വരണം, നിങ്ങൾ വരാതിരിക്കരുത്. ആരാണെന്ന് അറിയില്ല, അപ്പൊ പെട്ടെന്ന് വന്നേ പറ്റൂ, ഇവിടെ അമ്മ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ ആര്യം പറയുന്നുണ്ട്, എൻ്റെ ജോലി കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ, നീ ഒന്ന് പോയി നോക്കാൻ പറയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ പോയി നോക്കാൻ, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല ആര്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബാലൻ ഒഴിഞ്ഞു മാറുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ബാലൻ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എടി മിത്രേ നീ പോകൂടി, നിന്നെ ഞാൻ വിടുന്നുണ്ടടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മിത്രേനെ തന്നെയാണ് അങ്ങോട്ടേക്ക് വിടാൻ പോകുന്നത്. നമ്മുടെ മിത്രേനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ട് മിത്ര ഇത് കാണുകയും ചെയ്യും. ആര്യൻ വരുന്നതിന് മുമ്പ് തന്നെ മിത്ര ഞെട്ടുകയും ചെയ്യും. സത്യങ്ങളൊക്കെ നമ്മുടെ ബാലൻ തിരിച്ചറിയോ എന്ന് ചോദിച്ചാൽ ബാലൻ സത്യങ്ങൾ മുഴുവനൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ദേവി അതിലും വലിയ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിക്ക് ഇനിയിപ്പം കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുമോ, ഇനിയിപ്പം ദേവിയുടെ കള്ളം കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ബാലൻ നടക്കുന്നത് എന്നൊരു ചെറിയ ചിന്തയും ദേവിയുടെ മനസ്സിൽ കയറി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവിയുടെ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ല, ഞാനിവിടെ തീ തിന്നാ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ഒരു ചെറിയൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ നാളെയും നമ്മൾ
നമ്മൾ പ്രമോവിശേഷമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഫുൾ വിശേഷം ഇടാറില്ല നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും, കാരണം നമ്മൾ പറയുന്ന വിശേഷങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പൊ പിന്നെ വീണ്ടും ഫുൾ വിശേഷം ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. നമ്മൾ കറക്റ്റായ കാര്യങ്ങളാണ് ഇതിൽ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഫുൾ വിശേഷമായിട്ട് രാവിലെ വരാത്തത്. പക്ഷെ നമ്മുടെ ആരുടെയാ അലീനയുടെ പുതിയ കഥ ഫുൾ വിശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ പ്രമോ വിശേഷവും ചെയ്യുന്നുണ്ട്, ഫുൾ വിശേഷവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന്റെ പ്രമോ മാത്രം ചെയ്യുന്നത്. നമ്മൾ ഒരു ചാനലിൽ നമ്മൾ കുറേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ റീച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് കേട്ടോ നമ്മൾ പരമാവധി ഒരു 2-3 ചാനലിനകത്ത് എല്ലാ കഥയും കൂടി ഇടുന്നത്. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇടുന്നുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആ ചാനലിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.